കൂട്ടുകാരെ പിന്നത്തെ ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, ഞാൻ ഈ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ ജോലിയൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു. ഡൽഹിയിലായിരുന്നല്ലോ. അവിടുന്ന് പിന്നെ ഞാൻ സൗദിയിലെത്തി 2017. നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, പുള്ളി എനിക്ക് വിസയൊക്കെ തന്നു. ഞാൻ കമ്പനിയിൽ വന്നു. അങ്ങനെ കമ്പനി വന്നപ്പം ലൈസൻസൊക്കെ ആ സമയത്ത് ഇച്ചിരി പാടായിരുന്നു. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ നിൽക്കണം. അവർക്ക് തന്നെ വലിയ വർക്ക്ഷോപ്പൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് കുറേ അത്യാവശ്യം ട്രെയിലറിൻ്റെ പണിയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. 4-5 മാസം വർക്ക്ഷോപ്പിൽ നിന്ന് കേട്ടോ. ലൈസൻസൊക്കെ കിട്ടാൻ വലിയ പാടായിരുന്നു. പിന്നെ അവർ തന്നെ ഫയൽ നമ്മുടെ RTO ഓഫീസിൽ കൊടുത്ത് ഫയലൊക്കെ റെഡിയാക്കി അക്കാമി അതുപോലെ കാര്യങ്ങളൊക്കെ ലഭിച്ചതിന് ശേഷം നമുക്ക് ഡേറ്റ് കിട്ടി. അതിന് മുമ്പ് എന്ത് ചെയ്യും, ഈ വർക്ക്ഷോപ്പുകാർ തന്നെ നമ്മളെ കൊണ്ടുവന്ന കവിയിൽ തന്നെ നമുക്ക് വണ്ടി തരും. പഴയ ചൈനയുടെ വണ്ടി ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് എന്നും ഈവനിങ് ടൈം തരുമായിരുന്നു. കാര്യം ഭയങ്കര ചൂടുള്ള സമയത്തായിരുന്നു, മെയ് ജൂണൊക്കെ ആയിരുന്നു. വലിയ പാടാ വണ്ടി എടുത്തുകൊണ്ട് വെളിയിലിറങ്ങുക. അതിനകത്ത് AC ഒന്നുമില്ലല്ലോ, പഴയ ചൈനയുടെ വണ്ടിയാണ്. അതിന് ഞങ്ങൾ വൈകിട്ട് പ്രാക്ടീസ് ചെയ്യും. ഞങ്ങൾ 4 പേരെ അന്ന് വന്നത്. അപ്പോൾ ലൈസൻസിന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നു വർക്ക്ഷോപ്പുകാർ. വണ്ടി എടുത്തുകൊണ്ട് പോകും. എല്ലാ ദിവസവും ഈവനിങ് കൊണ്ടുപോയിട്ട് തലങ്ങും വിലങ്ങും ഓടിക്കും. അപ്പം ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ട്രെയിലർ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ ചെറിയ വണ്ടിയൊക്കെ ഓടിച്ചിട്ടായിരിക്കുമല്ലോ വരുന്നത്, ചെറിയ ട്രക്ക്. ട്രെയിലർ നമ്മൾ മുന്നോട്ട് ഓടിച്ച് ആദ്യമേ പഠിക്കണം. അപ്പോൾ റിവേഴ്സിനൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വളവും തിരിഞ്ഞ് ചെറിയ കയ്യിലൊക്കെ കയറ്റി വണ്ടിയുടെ നീളവും വീതിയും ഷീരിങ്ങും എല്ലാം തലങ്ങും വിലങ്ങും ഒക്കെ ഞാൻ ഓടിക്കുമായിരുന്നു. അങ്ങനെ റിവേഴ്സൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടി. പിന്നെന്തുവാ, അന്ന് അണ്ണന്മാരുണ്ടായിരുന്നു, മലയാളി ചേട്ടന്മാർ ഈ കമ്പനിയിലുണ്ടായിരുന്നു. അവർ ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തു. 2 പേര്, അവരുടെ പേരൊന്നും പറയുന്നില്ല. അവർ ഞങ്ങളുടെ കൂടെ വന്ന് എങ്ങനെ റിവേഴ്സ് എടുക്കണം, സ്റ്റീരിങ് എത്ര ഓടിക്കണം, എങ്ങനെ എല്ലടിച്ച് കയറ്റിയിടണം, ഇതൊക്കെ അവർ ഞങ്ങൾക്ക് ട്രെയിനിങ് കുറേ ദിവസം തന്നു. അതിനുശേഷം എന്തുവാ, നേരെ ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടി. RTO ഓഫീസിൽ പോയി. കൂട്ടുകാരെ പറയുന്നതിൽ എനിക്ക് നാണക്കേടില്ല, കമ്പ്യൂട്ടർ എനിക്ക് കിട്ടിയത് 3ാമത്തെ പ്രാവശ്യമാണ്. 2 പ്രാവശ്യം 8ൽ പൊട്ടി. 3ാമത്തെ പ്രാവശ്യം എനിക്ക് എന്തുവാനും കമ്പ്യൂട്ടർ പാസ്സായി. പിന്നെ വണ്ടിയുടെ എല്ലാം അടിച്ച് ആ ട്രെയിലർ കയറ്റുന്നത് അത് വലിയ കഥയാണ്. അങ്ങനെ ഞങ്ങൾ പോയി, രാവിലെ പോയി വണ്ടി ഓടിച്ച് കാണിക്കണം. എല്ലാം അടിച്ചായിരുന്നു അന്ന് കയറ്റി കാണിക്കേണ്ടത്. ദമാമിലായിരുന്നു. മുമ്പോട്ടെടുത്ത് നമ്മൾ റിവേഴ്സ് എടുക്കണം എല്ലടിച്ച്. അന്ന് ജഫാലി ആയിരുന്നു, ഫ്ലാറ്റ് ഹോം ഗിയർ. അതായിരുന്നു മെർസിഡീസിൻ്റെ വണ്ടി, സത്തയായിരുന്നു, ഫ്ലാറ്റ് ട്രെയിലർ. അങ്ങനെ ഞാൻ എൻ്റെ അവസരം വന്നു, ഞാൻ കയറ്റി വിട്ടു. ഒന്നും പറയേണ്ട, ഫെയിലായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് പോയി. ലൈനിൽ കയറിയപ്പോൾ ഫെയിലായി. പിന്നെയും ഡേറ്റ് കിട്ടിക്കഴിഞ്ഞ് വീണ്ടും പ്രാക്ടീസ് ചെയ്തു. റിവേഴ്സ് കോണൊക്കെ വെച്ചു. ചേട്ടന്മാർ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ശരിയായിട്ട് എങ്ങനെ റിവേഴ്സ് കയറ്റിയിടണം, ലൈനിലൊന്നും മുട്ടാതെ ഇനി അടുത്താട്ടം പോകുമ്പോൾ ഫെയിലാവരുത്. കാര്യം 3ാമത്തെ പ്രാവശ്യമൊക്കെ ഫെയിലായാൽ പിന്നെ വലിയ പാടാണ്. അന്നൊക്കെ പുതിയ ഫയൽ എടുത്തിട്ട് വീണ്ടും 3 പ്രാവശ്യത്തിന് ശേഷം നമുക്ക് അവസരം ഉണ്ടായിരുന്നു. ഇന്നിച്ചിരി പാടാം. അപ്പം ഞാൻ പഴയ കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടേ പോകാവൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. വെറുതെ ട്രെയിലറിൻ്റെ ലൈസൻസ് എടുക്കാനായിട്ട് പോകരുത്. ചിലയിടത്ത് എല്ലെടുത്ത് റിവേഴ്സ് എടുത്ത് കാണിക്കണം, ചിലയിടത്ത് മുമ്പോട്ട് ഇങ്ങനെ റൗണ്ട് അബൌട്ടൊക്കെ ഓടിച്ച് കാണിച്ചാൽ മതി. പിന്നെ പാർക്കിംഗ് തരും. വണ്ടി റിവേഴ്സ് എടുത്ത് ബോക്സ് പാർക്കിങ്ങിൽ വലിയ വണ്ടി കയറ്റിയിടണം. അങ്ങനെയൊക്കെ ചിലയിടത്ത് നല്ല സൗകര്യങ്ങളുണ്ട്, അത് കുഴപ്പമില്ല. പക്ഷേ എല്ലടിച്ച് റിവേഴ്സ് എടുത്ത് ഇടാനാണെങ്കിൽ അത് വലിയ പാടാണ്. അതുകൊണ്ട് നിങ്ങൾ പോകുന്ന RTO ഓഫീസിൽ അവിടെ ദല്ലയിൽ ഏത് രീതിയിലാണെന്നുള്ളത് നേരത്തെ മനസ്സിലാക്കി വണ്ടി നല്ലവണ്ണമൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് പാകും, ട്രയൽ ടെസ്റ്റിന്. കാര്യം അല്ലാതെ പോയാൽ 2-3 പ്രാവശ്യമൊക്കെ ഫെയിലായാൽ പിന്നെ ലൈസൻസ് കിട്ടാൻ വലിയ പാടാണ്. നമ്മളെ കൊണ്ടുവന്ന കവിയിലൊക്കെ പിന്നെ വലിയ ഇതിലേക്ക് പോകും. അതുകൊണ്ട് എപ്പോൾ പോയാലും പ്രാക്ടീസ് ചെയ്തിട്ട് വേണം. റിവേഴ്സ് നല്ല മുണക്ക് തരമായി, ഒത്തിരി ദിവസം എടുത്താലും കുഴപ്പമില്ല, വാഹനമൊക്കെ ഓടിച്ച് തരമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് പാവും. 1ാമത്തെയോ 2ാമത്തെയോ അല്ലെങ്കിൽ 3ാമത്തെയോ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവണം. കമ്പ്യൂട്ടറൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പാസ്സാക്കാം, പക്ഷേ ട്രെയിലർ ഓടിച്ച് കാണിക്കുന്നത് പ്രധാനമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനപ്പെടട്ടെ. താങ്ക് യു. ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.